മൈ ഗൈസ്, നമ്മൾ ഇന്നലെ നിന്നത് അവിടെയാണ്. അവിടെ തന്നെ ചെറിയ റേറ്റിന് റൂമുകൾ കിട്ടും. നമ്പർ ഞാൻ അടി കൊടുത്തു. അതിനപ്പുറത്ത് തന്നെ പീടിയെന്ന് നമുക്ക് അവിടെ ഉള്ളതിൽ വെച്ചിട്ട് ചെറിയ പൈസക്ക് നമുക്ക് നല്ല ഫുഡ് കിട്ടും. ചീസ് ദോശയാണ് നമ്മൾ തിന്നത്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രീറ്റിൽ ഷോപ്പിങ്ങിന് ഇറങ്ങി. അതാത്ത വണ്ടി വന്ന് ഇറങ്ങിയാണ്. നമ്മളാണ് ഷോപ്പിങ്ങിന് ഇറങ്ങി. വെയിൽ കാരണം കറക്കും പറഞ്ഞിട്ട് അഗോഡ ഫോർട്ട് ഇറങ്ങാതെ വണ്ടി തന്നെ കുത്തിരിക്കും. നമ്മൾ പിന്നെ ജസ്റ്റ് ഇറങ്ങിയൊക്കെയും ചെയ്തു. സഹിക്കാൻ പറ്റാത്ത വെയിലാണ് അവിടെ. ഇവിടെ ഇങ്ങനെ അഗോഡ ഫോർട്ട് ഒക്കെ ഉണ്ട്. വാണ്ടലേക്ക് വന്ന് പോവാ. നമ്മളെന്തായാലും പോകുന്നില്ല. ഒരു വെയിലാ. വയസ്സായിട്ടും കുട്ടി സോസറും കുട്ടിക്കുപ്പായിട്ടൊക്കെ കപ്പിൾസിന് ഓരോ ഫോട്ടോ എടുത്തു. ഓരെന്തായാലും എൻജോയ് ചെയ്യും. പോണ വൈക്കൊക്കെ മേറിനുള്ള ഒരു ചേമ്പിൽ റീൽസ് എടുക്കാൻ വേണ്ടി നിർത്തും. ബാക്കിൽ അതൊരു അപ്പൂപ്പൻ രാവിലെ ബെഡ് നീച്ചിട്ട് കുപ്പായിടാൻ മറന്നിട്ട് നീച്ചു വന്നിട്ടുണ്ട്. പറയാൻ പറ്റുമോ അറിയില്ല, എന്നാലും ഞാൻ പറയാം. റോഡ് സൈഡിലൊന്നും ഇങ്ങനെ നാട്ടുകാരെ കാണിപ്പിച്ചിരിക്കല്ലേ. രാവിലത്തെ കണിയാണ് പോയി. മേറിന്റെ ഏതോ ഫ്രണ്ട് ഓളെ കാണാൻ വേണ്ടിട്ട് ഗോവയ്ക്കൊന്നും പറഞ്ഞിട്ട് ഓളെ കാണാൻ വേണ്ടി പോകും. എന്തായാലും മേറിനേക്കാളും കൊള്ളാം. ഇവിടെ ആരും സ്വാലത്തായ തുണിങ്ങുപ്പായിട്ട് കണ്ട് ഞാൻ കണ്ടിട്ട് പോണ അയക്കണ്ടാണ് വലിയൊരു 400 ഓല് പറഞ്ഞത്. ചെറുക്കനത് 200 വാങ്ങി തന്നെ ഓരോ തന്നെയാണ് മുറിപ്പിക്കും. ഇപ്പം വത്തക്കനെ വല്ല പീഡിപ്പിക്കണോ അല്ല തിന്നു. മേറിന് കയറിങ് കൊടുക്കാൻ വേണ്ടിട്ട് വത്ത കൊടുക്കാൻ വേണ്ടി പോയത്. അപ്പൊ തന്നെ റമീസ് വന്ന് കയറിങ് കൊടുത്ത് പോയിക്കണം. അടുത്തൊരു ബീച്ചിൽ വന്നിക്കാണ് റീൽസ് എടുക്കാൻ വേണ്ടി. ഇവിടെ ഫുൾ ഹറാമിന്റെ വേഷം ധരിച്ചു. ഞാൻ പിന്നെ കണ്ണുത്തി നടക്കുകയാണ്. അവിടെ കിടക്കണ മദാമനെ ഡാൻസ് കളിക്കാൻ വേണ്ടി. മദാമക്ക് മേറിന് നല്ല കലാപരമായിട്ട് നല്ല കഴിവുകൾ. എനിക്ക് റമീസിനാണ് ഈ കല പോയിട്ട് ആകെ 2 കൊല. അത് കഴിഞ്ഞിട്ട് ഒരു പീഡിയെ പോയിട്ട് കിങ് ഫിഷ് താലി. ഞാനൊന്ന് വണ്ടി അടിച്ചു. ഞാൻ റോങ് സൈഡ് കൊണ്ടുപോയി പോലീസ് കജ്ജാട്ടിട്ട് നിർത്താനാണ് പോയി പേടിച്ചിട്ട്. നമ്മള് കള്ളക്കടത്ത് എടുത്താച്ചിട്ട് നമ്മളെ വണ്ടി അങ്ങനെ ചെക്ക് ചെയ്തു. ബാക്കി നാളെ